നമുക്കിപ്പോൾ കേരളത്തിൽ 2 വന്ദേ ഭാരതുകൾ ഓടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയും പിന്നെ മാംഗ്ലൂർ ടു ട്രിവാൻഡ്രം വരെയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഈ ട്രെയിനുകൾ ഒരുപക്ഷെ നമുക്ക് കിട്ടിയ അടുത്ത കാലത്ത് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും നൂതനമായ ഏറ്റവും സൗകര്യമുള്ള ട്രെയിനുകളാണ്. അത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ട്രെയിനുകൾ കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഏറെക്കുറെ കൃത്യസമയത്തും നേരത്തെയൊക്കെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനുകൾ രണ്ടിനും മാംഗ്ലൂർ ട്രിവാൻഡ്രം അല്ലെങ്കിൽ ട്രിവാൻഡ്രം മാംഗ്ലൂർ വന്ദേ ഭാരതിനും അതുപോലെ ട്രിവാൻഡ്രം കാസർഗോഡ് TVC വന്ദേ ഭാരതിനും എപ്പോഴും നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ കോച്ചുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്നാലും പലപ്പോഴും അല്ല മിക്കപ്പോഴും ആ ട്രെയിൻ ഫുള്ളായിട്ട് ഓടുന്നുണ്ട്. എന്നാലും ഞാനൊരു ഏകദേശ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. നിങ്ങൾക്കൊരു ഒരാഴ്ച മുമ്പേ 100 ഒക്കെയാണ് വെയിറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ 100-നകത്തുള്ള വെയിറ്റ് ലിസ്റ്റ് നോർമലി അതിൽ കൺഫേം ആകുന്നുണ്ട്. ഞാൻ നോർമലി എന്ന് പറയാൻ കാരണം നാളെ ഇത് കണ്ടിട്ട് ഷിനിലാൽ ഇങ്ങനെ പറഞ്ഞു അത് ഞാൻ 100 വെയിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തു കൺഫേം ആയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. യൂഷ്വലി അത് 100 വരെയുള്ള 100-110 വരെയുള്ള വെയിറ്റ് ലിസ്റ്റുകൾ ഇപ്പോൾ നിലവിൽ കൺഫേം ആകുന്നുണ്ട്. അത് ഒരുപാട് കോട്ടകളും ഒരുപാട് സംഗതികളും ആ ട്രെയിനുകളിലുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഈ വന്ദേ ഭാരതിൽ നമ്മളൊരു പക്ഷേ ഈ ടിക്കറ്റ് എടുത്തു, നമുക്ക് വെയിറ്റ് ലിസ്റ്റായി ഡ്രോപ്പായി, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യണം, കാലിക്കട്ടുന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ ദൂരം യാത്ര ചെയ്യണം. വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകളിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ചാർജ് ചെയ്യുന്നത് എൻഡ് ടു എൻഡ് ചാർജാണ്.